എല്ലാവർക്കും നമസ്കാരം. ഇൻസ്റ്റഗ്രാമിൽ ഫാസ്റ്റസ്റ്റ് 1 മില്യൺ എന്ന് പറഞ്ഞ റെക്കോർഡ് ആദ്യം നേടിയത് ഡേവിഡ് ബെക്കാം ആയിരുന്നു. വേൾഡ്സ് മോസ്റ്റ് ഹാൻസം ഫുട്ബോളർ എന്നൊരു ടൈറ്റിൽ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ഹാർട്ട് ത്രോബ് ആയിരുന്നൊരു മനുഷ്യനാണ് ഡേവിഡ് ബെക്കാം. 2015 വെറും 26 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് 1 മില്യൺ ഫോളോവേഴ്സിനെ നേടാൻ പറ്റി. ആ മനുഷ്യൻ്റെ റെക്കോർഡ് കൃത്യം ഒരു വർഷത്തിനുള്ളിൽ ഒരാൾ ബ്രേക്ക് ചെയ്യുകയുണ്ടായി. 80കളിൽ പ്രായമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പേര് പോപ്പ് ഫ്രാൻസിസ് എന്നാണ്. പോപ്പ് ഫ്രാൻസിസ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങി വെറും 24 മണിക്കൂറിനുള്ളിൽ 12 മണിക്കൂറിനുള്ളിൽ 1 മില്യൺ ഫോളോവേഴ്സ് നേടി. എങ്ങനെയാണ് ഒരു പോപ്പ് ഇത്ര പെട്ടെന്ന് 1 മില്യൺ ഫോളോവേഴ്സ് നേടുന്ന ഒരു സെലിബ്രിറ്റിയായി മാറുന്നത്? അതൊരു മതത്തിൻ്റെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ട് മാത്രമല്ല. കാരണം അദ്ദേഹം പോപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട അന്ന് തുടങ്ങി ആ മനുഷ്യനിൽ കൃത്യമായൊരു ഡിഫറൻസ് എല്ലാവരും നോട്ട് ചെയ്തിരുന്നു. പോപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം എല്ലാവരെയും ഇങ്ങനെ കൈവിരിച്ച് അനുഗ്രഹിക്കുക എന്നൊരു പ്രൊസീജിയർ ഉണ്ട്, പുതിയ പോപ്പിൻ്റെ അനുഗ്രഹം. പക്ഷെ അതിന് പകരം പോപ്പ് ഫ്രാൻസിസ് ചെയ്തത് തലയിങ്ങനെ കുമ്പിട്ട് നിന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങളെല്ലാവരും കൈകൾ ഉയർത്തി എന്നെ അനുഗ്രഹിക്കുക. പൊതുവെ അങ്ങോട്ട് അനുഗ്രഹം കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളുടെ അനുഗ്രഹം എനിക്ക് തരൂ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും ശ്രദ്ധിച്ചു, ദിസ് മാൻ ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. ട്വിറ്ററിൽ ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ആപ്പിൽ 18.3 മില്യൺ ഫോളോവേഴ്സ് പോപ്പിനുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പാപമാണെന്നും ഫേസ്ബുക്കിലൂടെ പിശാച് കടന്നു വരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ, ധ്യാനകേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയയിലൂടെയാണ് പിശാച് വരുന്നത്, അതിൽ നിന്ന് മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞൊരു കാലഘട്ടത്തിലാണ് ആ സഭയുടെ നേതാവ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ട്വിറ്ററൊക്കെ തുടങ്ങുകയും ഡെയിലി അതിൽ പോസ്റ്റുകൾ ഇടുന്നു. എല്ലാ പോസ്റ്റിലും ഒരു സെൻട്രൽ തീം എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റിയാണ്. ദൈവത്തോട് തൊട്ടടുത്തോ ദൈവത്തോടൊപ്പമോ മനുഷ്യനെ മനസ്സിലാക്കിയ, കരുതിയ, പ്രതിഷ്ഠിച്ചൊരു മനുഷ്യനാണ് പോപ്പ് ഫ്രാൻസിസ്. അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്ക പോസ്റ്റുകളും ഹ്യൂമാനിറ്റിയെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ പ്രകൃതി ദുരന്തത്തിൽ സഹിക്കേണ്ടി വന്ന മനുഷ്യർക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, ഒളിമ്പിക്സിലെ ആളുകൾക്ക് വേണ്ടി ബെസ്റ്റ് വിഷസ് കൊടുക്കുന്നു, ഫുട്ബോളിനെ കുറിച്ച് പോസ്റ്റ് ചെയ്യുന്നു, അതുപോലെ ദൈവത്തെക്കുറിച്ചും പോസ്റ്റ് ചെയ്യുന്നു. സോഷ്യൽ മീഡിയ എത്ര ഭംഗിയായി ഒരാൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് പോപ്പ് ഫ്രാൻസിസ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു തുടക്കം മാത്രമായിരുന്നു. സഭയിലെ പല കാര്യങ്ങളിലും അദ്ദേഹം കണ്ട ആംഗിൾ ഡിഫറെൻ്റ് ആയിരുന്നു. ഈ പെസഹ വ്യാഴത്തിന് യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴിയതിൻ്റെ ഓർമ്മയായിട്ട് നമ്മുടെ ഇടവക പള്ളികളിലൊക്കെ വികാരി അച്ഛനോ കൊച്ചച്ഛനോ 12 പേരുടെ കാലുകൾ കഴുകും. എൻ്റെ കുട്ടിക്കാലത്ത് ഞാനും ഒരു ശിഷ്യനായിട്ടൊക്കെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. അപ്പം നമ്മളോട് സിസ്റ്റേഴ്സൊക്കെ വന്ന് പറഞ്ഞത് കാലൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി തേച്ച് ഭംഗിയാക്കിയിട്ട് വേണം കൊണ്ടുവരാൻ, കാരണം അധികം ചെളിയൊന്നും ഉണ്ടാവാൻ പാടില്ല. പണ്ട് കാലത്ത് ക്രിസ്തു അത് ചെയ്തത് ഇങ്ങനെ ഞാൻ നിങ്ങളുടെ ദാസനാണെന്ന് ഓർമ്മിപ്പിക്കാനാണ്. അവരുടെ ചെളി പുരണ്ട, പൊടി പുരണ്ട കാലുകൾ കഴുകി ചുംബിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ദാസനാണ്, നിങ്ങളെ ശുശ്രൂഷിക്കാനാണ് വന്നത് എന്ന വലിയൊരു തത്വമാണ് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മുടെ ഇടയിൽ അതൊരു ആചാരമായി മാറി. 2016 പോപ്പ് ഫ്രാൻസിസ് നോർത്ത് റോമിലെ ഒരു പോർട്ടിൽ അഭയാർത്ഥികളായി വന്ന വിവിധ മതത്തിൽപ്പെട്ട ആളുകളുണ്ടായിരുന്നു. അദ്ദേഹം ആ വർഷം പൊതുവെ വത്തിക്കാനിലാണ് ഈ കാലുകഴുകൽ ശുശ്രൂഷ നടത്തുന്നത്. അത് വത്തിക്കാനിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോയൊരു മനുഷ്യൻ പോപ്പ് ഫ്രാൻസിസ് ആണ്. അദ്ദേഹം ആ വർഷം കാല് കഴുകാൻ തിരഞ്ഞെടുത്തത് ഈ അഭയാർത്ഥികളായ മനുഷ്യരെയാണ്. അതിൽ മുസ്ലിംസ് ഉണ്ടായിരുന്നു, ഹിന്ദുസ് ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ മറ്റു മതത്തിൽപ്പെട്ട ഒരാളുടെ കാലുകൾ അൾത്താരയിൽ വെച്ച് കഴുകി ചുംബിക്കുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്ത മനുഷ്യരുള്ള സമയമാണ്. അപ്പോഴാണ് പോപ്പ് ഫ്രാൻസിസ് അങ്ങനെ ചെയ്തത്. ഈ കഴിഞ്ഞ വർഷം അദ്ദേഹം ചെയ്തത് ജയിലിലകപ്പെട്ട സ്ത്രീകളുടെ കാലുകൾ. ഇൻ ദ ഹിസ്റ്ററി ഓഫ് ക്രിസ്ത്യാനിറ്റി ആദ്യമായിട്ടാണ് ഒരു പോപ്പ് ഈ ജയിൽ പുള്ളികളായ സ്ത്രീകൾ ഒരിക്കൽ പോലും അങ്ങനെ ഒരു ഇതിന് ഞങ്ങളൊന്നും ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. സ്ത്രീകളുടെ കാലുകൾ കഴുകി അദ്ദേഹം ചുംബിച്ചു. അതിന് വീഡിയോ എടുത്താൽ ആ ജയിലിൽ അകപ്പെട്ട സ്ത്രീകൾ അവരിങ്ങനെ വാവിട്ട് കരയുന്നുണ്ട്, പോപ്പിങ്ങനെ അവരുടെ കാലുകൾ ചുംബിക്കുമ്പോൾ. എല്ലാം കൊണ്ടും വ്യത്യസ്തനായ ഒരു മനുഷ്യൻ. ഈ മറ്റൊരു സംഭവം, ഒരിക്കലൊരു ജനറൽ ഓഡിയൻസുമായിട്ട് പോപ്പിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്. സംസാരങ്ങൾ കേൾക്കും, ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കും. അപ്പോൾ ഒരു പയ്യൻ പോപ്പിൻ്റെ അടുത്ത് ഇങ്ങനെ മൈക്ക് എടുത്തിട്ട് അവന് ചോദിക്കാൻ പറ്റില്ല, കരഞ്ഞ് പോവാണ്. അവസാനം പോപ്പ് പറഞ്ഞു, നീ ഇങ്ങോട്ട് വാ എൻ്റെ ചെവിയിൽ ചോദിക്കും. പോപ്പ് ഇങ്ങനെ സസൂക്ഷ്മം അത് കേൾക്കുന്നു. അതിനുശേഷം അവരോട് പൊക്കോളാൻ പറയുന്നു. എന്നിട്ട് പോപ്പ് പറഞ്ഞു, ഇമ്മാനുവൽ എന്നോടൊരു ചോദ്യം ചോദിച്ചു,
ഇമ്മാനുവലിനോട് ഞാൻ തിരിച്ചു ചോദിച്ചു, എടാ നീ ചോദിച്ച ചോദ്യവും ഞാൻ നിനക്ക് ചെവിയിൽ പറഞ്ഞ ഉത്തരവും ഇവിടെയുള്ളവരോട് പറഞ്ഞോട്ടെ. എന്നിട്ട് പോപ്പ് പറയുകയാണ്, ഇമ്മാനുവൽ എന്നോട് ചോദിച്ചത് ഈ കാര്യമാണ്. ഇമ്മാനുവലിൻ്റെ അപ്പ 1-2 ആഴ്ച മുമ്പ് മരിച്ചുപോയി. അദ്ദേഹം ഒരു നോൺ ബിലീവറാണ്. അദ്ദേഹത്തിന് ക്രിസ്തു മതത്തിലോ ദൈവത്തിലൊന്നും വിശ്വാസമില്ല. പക്ഷേ ഞങ്ങൾ 4 മക്കളെ അദ്ദേഹം മാമോദിസ മുക്കിയിരുന്നു. നിങ്ങൾക്ക് അതിനോട് താല്പര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് മാമോദിസ മുക്കിയിരുന്നു. ആൻഡ് ഹി വാസ് എ ഗുഡ് മാൻ, നല്ലൊരു അപ്പയായിരുന്നു. പക്ഷേ ഈ മാമോദിസ മുങ്ങാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നോൺ ബിലീവർ ആയതുകൊണ്ട്, അവിശ്വാസി ആയതുകൊണ്ട് എൻ്റെ അപ്പ സ്വർഗത്തിലായിരിക്കുമോ എന്നാണ് ഇമ്മാനുവൽ എന്നോട് ചോദിച്ചത്. എന്നിട്ട് ഇമ്മാനുവലിനോടെന്ന രീതിയിൽ അദ്ദേഹം പറയുന്നത്, ഇമ്മാനുവൽ, നിൻ്റെ അപ്പ എന്ത് സ്നേഹമുള്ള അപ്പയാണ്. സ്വന്തമായിട്ട് വിശ്വാസമില്ലെങ്കിലും മക്കൾക്കത് ആഗ്രഹമുണ്ടെങ്കിൽ അത് നടത്തിക്കൊടുക്കുന്ന അപ്പൻ്റെ ഹൃദയം എത്ര മനോഹരമായ ഹൃദയമാണ്. ഇങ്ങനൊരു അപ്പയെ ദൈവത്തിന് സ്വർഗത്തിൽ കയറ്റാതിരിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ക്രൗഡിനോട് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഉത്തരം പറയാൻ പോപ്പ് പറയുന്നുണ്ട്. അപ്പോൾ അവരില്ല എന്ന് പറയുന്നു. അപ്പോൾ പോപ്പ് പറയുന്നുണ്ട്, ആ മനുഷ്യനെ തീർച്ചയായിട്ടും സ്വർഗത്തിലുണ്ടാവും. സ്വർഗത്തിൽ ആര് കയറണ്ടെന്ന് തീരുമാനിക്കുന്ന ദൈവമാണ്. പക്ഷേ നല്ല ഹൃദയമുള്ള ഒരാളാണ് ഇമ്മാനുവലിൻ്റെ അപ്പൻ. നമ്മുടെ ദൈവവും നല്ല ഹൃദയമുള്ള ഒരാളാണ്. എങ്ങനെ ഇമ്മാനുവലിൻ്റെ അപ്പയെ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന് പുറന്തള്ളാൻ പറ്റും? എന്നിട്ട് ഇമ്മാനുവലിനോട് പറയുന്നുണ്ട്, ഇമ്മാനുവൽ, നീ അപ്പയോട് സംസാരിക്കുക, നീ സ്വർഗത്തിലുള്ള അപ്പയോട് പ്രാർത്ഥിക്കുക. അവിശ്വാസിയായ ഒരാൾ, അയാൾ നല്ല മനുഷ്യനാണെങ്കിൽ സ്വർഗത്തിൽ പോകുമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അത് ഒരു സാധാരണ മനുഷ്യന് പറയാൻ പറ്റില്ല. അതിലും ഉയർന്ന ഒരു ചിന്താഗതിയുള്ള ഒരാൾക്കേ പറയാൻ പറ്റുള്ളൂ. പലപ്പോഴും പോപ്പ് ഫ്രാൻസിസിൻ്റെ വീഡിയോസ് കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ഈ നോർമലായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഒക്കെ അദ്ദേഹം മാറ്റിയിട്ടുണ്ട്. വലിയ പാലസിലല്ല, പോപ്പിനുള്ള പാലസിലല്ല അദ്ദേഹം താമസിക്കുന്നത്. യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന വണ്ടി സാധാരണ വണ്ടിയാണ്. സ്വർണ്ണക്കുരിശിന് പകരം മരക്കുരിശാണ്. വലിയ സ്വിസ് ഗാർഡ്സ് എപ്പോഴും നിൽക്കുമ്പോൾ അവരോട് അവിടെ ഇരിക്കാൻ പറയുന്നുണ്ട്. ഒരിക്കൽ പോപ്പ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് 2 പിള്ളേർ ഓടിക്കേറി വന്നു. സ്വിസ് ഗാർഡ്സ് അവരെ തടയാൻ ശ്രമിക്കുമ്പോൾ പോപ്പ് നോ എന്ന് പറയുന്നുണ്ട്. ഈ പിള്ളേർ അടുത്തേക്ക് വരുന്നു, പോപ്പിനോട് വർത്താനൊക്കെ പറയുന്നു, 2 ചോക്ലേറ്റ് പോപ്പ് എടുത്ത് കൊടുക്കുന്നു. ഇതൊന്നും പൊതുവെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് പോപ്പ് പറയാണ്, ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഒന്ന് ബ്രേക്ക് ചെയ്തോട്ടെ. ഈ പിള്ളേർ നടന്നു വന്ന് കണ്ടോ, അവർക്ക് ആരെയും പേടിയില്ല. അവരെത്ര സ്നേഹത്തോടെ സന്തോഷത്തോടെ നിയമങ്ങളെയൊക്കെ ഒന്നും മനസ്സിലില്ലാതെ നേരെ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. ഇതുപോലെ വേണം നമ്മൾ ഈശ്വരനെ തേടാൻ. ആളുകൾ പറയുന്നു നോക്കണ്ട, ഓടിക്കേറുക, ചോദിക്കുക, ഇതുപോലെ കുട്ടികളെ പോലെ നിഷ്കളങ്കരാവുക എന്ന് പറഞ്ഞ പോപ്പിൻ്റെ ഈ ആക്ട് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ കുട്ടിക്കാലത്തൊരു ഓർമ്മയാണ്. ഞങ്ങളുടെ ഇടവക പള്ളിയിൽ അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിങ്ങനെ എഴഞ്ഞ് ആൾത്താരുടെ സ്റ്റെപ്പ് കയറി ആൾത്താരിലേക്ക് ഇങ്ങനെ കയറാൻ നിൽക്കുന്നു. ആളുകളൊക്കെ ചെറുതായിട്ട് ആ കൊച്ചിനിങ്ങനെ നോക്കുന്നുണ്ട്. വികാരിച്ചന് അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ആൾത്താരയിൽ നിന്ന് പറഞ്ഞു, ഈ കൊച്ചിൻ്റെ തന്തയോ തള്ള ഇവിടെ ഉണ്ടോ, അതിനെടുത്തുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോ എന്ന് പറയുന്നുണ്ട്. എല്ലാവരും സ്റ്റണ്ടാവുന്നു. ഏറ്റവും പുറകിൽ നിന്ന് ഒരു സാധു സ്ത്രീ ചമ്മി നാണം കെട്ട്, ഇങ്ങനെ വളരെ നാണം കെട്ട് മുടിയൊക്കെ ഇങ്ങനെ കവർ ചെയ്ത് അവരടുത്ത് വന്ന് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കൊച്ചിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ പോകുന്നു. എല്ലാവരുടെയും മുമ്പിൽ ഹ്യൂമിലിയേറ്റഡ് ആവുന്നു. അതേ ആൾത്താരയിൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു കൊച്ചച്ഛൻ വരുന്നു. ഇതുപോലെ പ്രസംഗം നടക്കുന്ന സമയം, എല്ലാവരും നിശബ്ദമായിട്ടിരിക്കുന്ന സമയം, ഒരു കൊച്ചിങ്ങനെ സ്റ്റെപ്സ് കയറി വരുന്നേരത്ത് ഈ അച്ഛൻ പറയാണ്, ഈ കൊച്ചിൻ്റെ അമ്മയോ അപ്പച്ചനോ ആരും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, അല്ലെങ്കിൽ ഈ തൊട്ടടുത്തിരിക്കുന്നവരും ശ്രദ്ധിച്ചേക്കണേ, സ്റ്റെപ്സാണ്, എങ്ങാൻ വീണ അത് പ്രശ്നം, ആൾത്താരിലേക്ക് കയറി കിട്ടിയാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒന്ന് സൂക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗം തുടർന്നു. ഒരേ വേദിയിൽ ഒരേ നിയോഗം പേറുന്ന മനുഷ്യർ, ഒരേ വിളി കേട്ട മനുഷ്യർ, ഒരാൾ അങ്ങേയറ്റം മനുഷ്യത്വത്തോടുകൂടിയും മറ്റൊരാൾ എന്തോ ഒരു അധികാരഭാവത്തോടുകൂടിയും പെരുമാറുന്നു. പോപ്പ് ഫ്രാൻസിസിൻ്റെ ഗോഡ് ഈസ് യങ് വത്തിക്കാൻ പബ്ലിഷ് ചെയ്താണ്. അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂസിൽ നിന്ന് കളക്ട് ചെയ്ത് എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകമാണ്. ഇതിൽ 15ഓളം കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിലെ വലിയ തെറ്റുകൾ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ വളരെ ശ്രദ്ധ ആകർഷിച്ച ഒരു 3 എണ്ണം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് ടെററിസം ഓഫ് ഗോസിപ്പിംഗ് എന്നുള്ളതാണ്. പോപ്പ് ഫ്രാൻസിസ് ഗോസിപ്പ് പറയുന്നവർ വിളിക്കുന്നത് തീവ്രവാദി എന്നാണ്. ഒരു തീവ്രവാദി ഒരു സ്ഥലത്ത് പോയി ബോംബിട്ടിട്ട് മെല്ലെ നടന്നു പോകുന്ന പോലെ തന്നെയാണ് ഒരു വ്യക്തി മറ്റൊരാളെക്കുറിച്ച് ഇല്ലാത്ത വാർത്ത പറഞ്ഞിട്ട് ഒരു ചെടിയിലൂടെ നടന്നു പോകുന്നു. അയാൾ ആ മനുഷ്യൻ്റെ സൽപ്പേരും എല്ലാം നശിപ്പിക്കുന്ന ഒരു വാർത്ത കൊടുത്തിട്ട് മെല്ലെ ഇറങ്ങിപ്പോകുന്നു. നിങ്ങൾ ഭക്തിപൂർവ്വം നൊവേന ചെല്ലുന്നു, നിങ്ങൾ എല്ലാവിധ കാര്യങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നു, സഭയോട് വളരെ ചേർന്ന് നിൽക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് ഈ ടെററിസം ഓഫ് ഗോസിപ്പിംഗ് ഉണ്ടെങ്കിൽ
നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മ അതാണ്. രണ്ടാമത്തെ വലിയ തിന്മയായി ഈ കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത് ഇന്നബിലിറ്റി ടു ഫീൽ ഗിൽറ്റി, കുറ്റബോധം തോന്നാത്തൊരവസ്ഥ. അതായത് നിങ്ങൾ ഒരാളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കി, പക്ഷെ നിങ്ങൾക്ക് അതിനകത്ത് വലിയ തെറ്റൊന്നും തോന്നണില്ല. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നിങ്ങളെ സ്നേഹനിധിയായി കൊണ്ടു കിടക്കുന്ന പുരുഷനെ നിങ്ങൾ പറ്റിച്ച് മറ്റ് ബന്ധങ്ങളിലൂടെ കടന്നു പോകുന്നു, നിങ്ങൾക്കതിൽ വലിയ തെറ്റ് തോന്നണില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന വെൽ ഡിസർവിങ് ആയിട്ടുള്ള ഒരാളെ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾ അവനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, അവനെ മൂലക്കിടുന്നു, നിങ്ങൾ പക്ഷേ അത് കുറ്റബോധം തോന്നുന്നില്ല. ഇന്നെബിലിറ്റി ടു ഫീൽ ഗിൽറ്റി എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു പാപമായിട്ട് അദ്ദേഹം അതിനെ കണക്കാക്കുന്നുണ്ട്. എത്ര പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിലും, എത്ര ഭക്തി ഉണ്ടെങ്കിലും, ഈ മനുഷ്യരോട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് നിങ്ങൾക്കൊരു കുറ്റബോധം തോന്നുന്നില്ലെങ്കിൽ അത് വലിയ പാപമാണെന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ അദ്ദേഹം പറയുന്നത് കൺസ്യൂമറിസം, സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്ന സ്വഭാവം ഈ കാലഘട്ടത്തിൻ്റെ തിന്മയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുക എന്നുള്ളത് പലതരത്തിൽ വ്യാഖ്യാനിക്കാം. അപ്പോൾ വ്യൂസിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു, സോഷ്യൽ മീഡിയ റീച്ച് കിട്ടാൻ നിങ്ങൾ എന്തൊക്കെ തോന്നിവാസങ്ങൾ കാണിക്കുന്നു, അല്ലെങ്കിൽ ഓരോ തോളം പുറത്ത് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീട്ടിലേക്ക് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുന്നു, അവിടെ വയ്ക്കാം ഇവിടെ വയ്ക്കാം, അല്ലെങ്കിൽ ഈ കാറ് പോലെ ഇച്ചിരി നല്ല കാറാണ്, നമുക്ക് കിട്ടിയതിൽ ഒരു സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ അപരനിൽ ഒരു കാര്യം കാണുമ്പോൾ മറ്റുള്ളവർ ഒരു കാര്യം കാണുമ്പോൾ അതിങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്ന ഒരു കൺസ്യൂമറിസം വലിയൊരു പാപമാണെന്ന് അദ്ദേഹം പറയുന്നു. എനിക്കറിയാം, ഓൾറെഡി ഇത് കുറച്ച് നീണ്ടുപോയൊരു ടോക്കാണ്. പോപ്പ് ഫ്രാൻസിസ് മരിച്ചപ്പോൾ ഒരുപാട് മനുഷ്യർ കരഞ്ഞു, സങ്കടപ്പെട്ടു. നമ്മൾ ഈ അടുത്തൊന്നും കാണാത്ത രീതിയിൽ എല്ലാവിധ മാധ്യമങ്ങളും സ്പോർട്സ് പേഴ്സണാലിറ്റീസും ബിഗ് ഷോട്ട്സ് പറയുന്ന എല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മരണത്തിൻ്റെ സങ്കടത്തിൽ പങ്കുചേർന്നു, അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞു. ഞാൻ ആലോചിക്കുകയാണ്, ഒരു പുസ്തകത്തിൻ്റെ പേര് പോലുണ്ട്, ഹൂ വിൽ ക്രൈ വെൻ യു ഡൈ. നിങ്ങൾ മരിക്കുമ്പോൾ ആരൊക്കെ കരയും? നമ്മുടെ ബന്ധുക്കളും പ്രിയപ്പെട്ടവരുമല്ലാതെ ഒരു അപരിചിതൻ നമ്മളെ ഓർത്ത് കണ്ണീർ പൊഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും കുലീനമായിട്ടായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക. പോപ്പ് ഫ്രാൻസിനെ കുറിച്ച് അന്യമതത്തിൽപ്പെട്ടവരും സാധാരണ മനുഷ്യരും എത്തയിസ്റ്റുകൾ പോലും അങ്ങേയറ്റം ബഹുമാനത്തോടെ ആദരവോടുകൂടി നല്ലൊരു മനുഷ്യൻ എന്ന് പറയാൻ കാരണം ദൈവത്തോടൊപ്പം തന്നെ ആ മനുഷ്യൻ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ്. സത്യം പറഞ്ഞാൽ പോപ്പ് ഫ്രാൻസിൻ്റെ ജീവിതം സ്വാധീനിക്കേണ്ടത് നമ്മുടെ നാട്ടിലെ പുരോഹിതരെയാണെന്ന് എനിക്ക് തോന്നുന്നു. എപ്പോഴും പറയാ, രണ്ട് തരത്തിൽ, ഇടവക ഭരിക്കുന്നു അല്ലെങ്കിൽ ഇടവക സേവനം നടത്തുന്നു, രണ്ടും പറയാറുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഈ പോപ്പിൽ നിന്ന് പഠിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. പൊതുവേ ഈ പൗരോഹിത്യത്തെ രണ്ട് തരത്തിലുള്ള ആളുകൾ കാണാറുണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് എ പ്രൊഫഷൻ, ഇതൊരു തൊഴിൽ. ഓരോടവയെ ചെല്ലുന്നു, നല്ല രീതിയിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നു, ചിലപ്പോൾ പള്ളി പണിയാൻ സഹായിക്കുന്നു, എല്ലാം പ്രൊഫഷണലായി നടത്തുന്നു, കൃത്യം ചിട്ടയോടും ഇതോടൊക്കെ എല്ലാം കൊണ്ടു നടക്കുന്നു. അത് പ്രൊഫഷനാണ്, ഒരു സ്ഥാപനത്തിൻ്റെ മാനേജർ പോലെ. രണ്ടാമത്തെ എന്ന് പറയുന്നത് മിഷനാണ്. ഇതെൻ്റെ ഒരു ഉള്ളിൽ തട്ടിയുള്ളൊരു അന്വേഷണമാണ്, ഈ മനുഷ്യർക്ക് സേവനം നൽകുന്ന ഒരാളായി മാറുക. പോപ്പ് ഫ്രാൻസിസ് പറഞ്ഞിട്ടുണ്ട്, ആഡംബര വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഒരു പുരോഹിതനേക്കാൾ മോശപ്പെട്ട വേറൊരു കാഴ്ചയില്ലെന്ന്. ആഡംബര വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഒരു പുരോഹിതനേക്കാൾ മോശപ്പെട്ട വേറൊരു കാഴ്ച ഇല്ലെന്ന്. പോപ്പ് ഫ്രാൻസിസ് തൻ്റെ ജീവിതം കൊണ്ട് മാതൃക എല്ലാവർക്കും കൊടുത്തൊരു വ്യക്തിയാണ്. പലപ്പോഴും സഭയിൽ നിന്ന് യുവാക്കൾ അകന്നു പോകുന്നു, പുതിയ ജനറേഷൻ പള്ളിയിൽ പോകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു സാധാരണ വ്യക്തി എന്ന എനിക്ക് തോന്നുന്നു റിപ്പയറിംഗ് വർക്ക് നടക്കേണ്ടത് ടോപ്പിൽ നിന്ന് താഴത്തേക്കാണ്. പിള്ളേർക്ക് ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സ് കൊടുത്തുകൊണ്ടോ നിരന്തരം അവരെ കാറ്റീസം ക്ലാസ്സിൽ വിട്ടുകൊണ്ടോ എനിക്ക് തോന്നണില്ല. ഈ പണ്ട് ഒരു പിതാവിനോട് പറഞ്ഞത് പള്ളിയിൽ പറഞ്ഞ് ഓർക്കുന്നുണ്ട്, കാറ്റീസം 12 വർഷം പഠിപ്പിച്ചിട്ട് പിള്ളേരെ വിടുകയാണ്. എന്നിട്ട് ആ പിതാവ് പറയുകയാണ്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ മേലിൽ പള്ളിയിൽ വരരുത്. അപ്പോൾ കാറ്റീസം അധ്യാപകരും പിള്ളേരൊക്കെ ഞെട്ടി. പിതാവ് ഇങ്ങനെ പറയണേ, ഞാൻ വളരെ സത്യസന്ധമായി പറഞ്ഞാണ്, നിങ്ങളാരും ഇനി ഈ പള്ളിയിലേക്ക് വരേണ്ടതില്ല. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം നിശബ്ദനാവുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ 12 വർഷത്തെ കാറ്റീസം നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഒരു ബിഷപ്പല്ല മാർപ്പാപ്പ പള്ളിയിൽ വരണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ വരും. ഈ കാറ്റീസവും ഈ പുരോഹിതനും മതപഠനവും നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടിട്ടുണ്ടെങ്കിൽ പള്ളി തേടി നിങ്ങൾ വരും, ആരൊക്കെ തടഞ്ഞാലും. എന്തുകൊണ്ടായിരിക്കാം +2 കഴിഞ്ഞ് വേദപാഠങ്ങൾ കഴിഞ്ഞ് പുറത്തു പോകുന്ന പിള്ളേർ തിരിച്ച് പള്ളിയിലേക്ക് പഴയ പോലെ വരാത്തത്? നിയമങ്ങളുടെ ലോകത്ത് കുരുക്കപ്പെട്ട ഒരു കാര്യത്തെ മനുഷ്യത്വത്തിൻ്റെ ആംഗിളിലൂടെ കാണാൻ പഠിപ്പിച്ച ഒരു പോപ്പ്, ആ പോപ്പിൻ്റെ ആശയങ്ങളെ മുറുകെ പിടിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, സഭയിൽ തന്നെ പോപ്പിനെ എതിർക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോൻ്റെ താഴത്തെ പോലും കമൻറ്റുകൾ വരാം, നിങ്ങൾ കേൾക്കുമ്പോൾ പോലും തോന്നാം. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പോപ്പ് ഫ്രാൻസിസ് വാസ് എ ഗ്രേറ്റ് ഹ്യൂമൻ ബീയിങ്.
ദൈവത്തോടൊപ്പം തന്നെ നന്മയുള്ള മനുഷ്യനെയും ചേർത്ത് പിടിക്കണം എന്ന് പറഞ്ഞ പോപ്പ് ഫ്രാൻസിസ്. ഒരു പുരോഹിതൻ ഈ അടുത്തിടയ്ക്ക് എന്നോട് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. ജോസഫേ, യേശു ജീവിച്ച പോലെ ജീവിക്കണമെന്നുണ്ട്, യേശു പ്രവർത്തിച്ച പോലെ പ്രവർത്തിക്കണമെന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു ലിമിറ്റേഷൻ ഞാനിട്ടിരിക്കുന്ന ഈ ഉടുപ്പാണ്. ഞാൻ വളരെ ലിബറലായി ദൈവസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ സഭയിൽ നിന്ന് എനിക്ക് വാണിംഗ് കിട്ടും, അല്ലെങ്കിൽ എനിക്കിങ്ങനെ എന്നോട് ഇങ്ങനെ അത്തരം കാര്യങ്ങൾ വേണ്ട, അത്തരം പരിപാടികൾ ചെയ്യേണ്ടതില്ല എന്നൊക്കെ പറയും. പലപ്പോഴും ക്രിസ്തുവിനുള്ളിൽ തട്ടി പ്രഘോഷിക്കാൻ എനിക്കുള്ള ഏറ്റവും ലിമിറ്റേഷൻ ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഉടുപ്പാണ്. താങ്ക് യു.